എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി എന്ന സ്ഥലത്താണ്. ഇവിടെ ഫെയ്ത്ത് മോളെ കാണാൻ വന്നതാണ്. ഫെയ്ത്ത് മോള് ചില നാളുകൾക്ക് മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ പാസ്റ്റർ അങ്കിളിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ഞാനിവിടെ ഈ ഫെയ്ത്ത് മോളെ കാണാൻ വന്നിരിക്കുകയാണ്. ഫെയ്ത്ത് മോള് ജന്മനാൽ മോൾക്ക് കണ്ണിന് കാഴ്ചയില്ല. പക്ഷേ 10ാം ക്ലാസ് വരെ പഠിച്ചു. നന്നായിട്ട് പാട്ട് പാടും, നല്ലതുപോലെ വചനം സംസാരിക്കും, ഹിന്ദിയും മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കും. ഫെയ്ത്ത് മോളെ ഒരു പാട്ട് പാടിക്കും, ഒരു മലയാളം പാട്ട്. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറും തൻ കൈകളാൽ അത്ഭുതമായി നടത്തിടും, മധുരമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. അൻപേറും തൻ കൈകളാൽ അത്ഭുതമായി നടത്തിടും, മധുരമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി. യേശു എൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി. യേശു എൻ്റെ കൂടെ മതി. യേശു മേരെ സാത്ത് കാഫി. ഫെയ്ത്ത് മോൾക്ക് ആരാകാനാണ് ആഗ്രഹം? എനിക്ക് യേശുവിനായിട്ട് വേല ചെയ്യാനും. അപ്പോൾ ഈ ഫെയ്ത്ത് മോൾക്ക് ആഗ്രഹം സുവിശേഷ വേല ചെയ്യാൻ. എനിക്ക് യേശുവിന് വേണ്ടി സുവിശേഷ വേല ചെയ്യാനും അനേക രാജ്യങ്ങളിൽ. ഞാൻ ഒരു ചേച്ചിയുടെ പാട്ട് കേട്ടോ, ആ പാട്ട് എൻ്റെ മനസ്സിൽ വളരെ സ്പർശിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ദൈവ സാന്നിധ്യം, ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ ഉള്ളിൽ പകർന്നു. ആദ്യം കണ്ണുനീരാലുള്ള അഭിഷേകം വന്നു. പിന്നെ എനിക്ക് പ്രവചനവരം തന്നു. ആരോട് പ്രാർത്ഥിച്ചാലും ദൈവം എന്നോട് ആ വിഷയം തന്നെ ഏറ്റെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ വിഷയം തന്നെ ഞാൻ ഏറ്റെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ചേച്ചിയുടെ അടുത്ത് പോകണം. ആ ചേച്ചി എവിടെയാണെന്ന് അറിയത്തില്ല. ആ ചേച്ചിയുടെ പാട്ടെന്ന് പറഞ്ഞാൽ, ആ ചേച്ചി പാടിയ പാട്ടൊന്ന് പാടിക്കുന്ന. മേരെ ജീവൻ കെ യേശു तेरा नाम जलाए पाता रहे, मेरे जीवन के यीशु तेरा नाम जलाए पाता रहे. मेरा उठना बैठना, मेरा उठना बैठना रहे, चलना मुझे बाता रहे. मेरे जीवन के यीशु तेरा नाम जलाए पादार है. मेरे जीवन के यीशु तेरा नाम जलाए पादार है. तेरे सारी है तू मेरे जाई बनूं, तेरे बाहों मैंने मेरे बाहू बनूं. तेरे बाहू मैंने सबसे बाहू बनूं, तेरे बाहू मैंने सबसे बाहू बनूं. तेरे मान मैंने सबसे बाहू बनूं, तेरे बाहू मैंने सबसे बाहू बनूं. तेरे नाम मैंने यीशु जलाए पादार है. तेरे नाम ने नारू
जलाए बाजार है, तेरे नाम ने पुकारना हो, जलाए बाजार है। मेरा उठना बैठना, मेरा उठना बैठना है, चलना मुझे पातार है। मेरे जीवन के यीशु तेरा नाम, जलाए पातार है। मेरे जीवन के यीशु तेरा नाम, जलाए पातार है। प्रभु के धन्यवाद। മോൾക്ക് ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാം. ഫെയ്ത്ത് മോളുടെ വലിയൊരു ആഗ്രഹമാണ് ഇതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് വരണം. പഞ്ചാബാണ് ആ ചേച്ചി നിൽക്കുന്നത്. പഞ്ചാബിലൊന്ന് പോകണം. അപ്പോൾ ആ ചേച്ചിയുടെ കാര്യം എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അതിനു മുമ്പ് ഉസ്കി മഹിമ കരോ ബംഗാൾ പഞ്ചാബിൽ നിന്ന് ഒരു ചേച്ചി പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഫെയ്ത്ത് മോൾ ഭയങ്കര ആകൃഷ്ടയായി. അപ്പം അന്ന് മുതൽ ഫെയ്ത്ത് മോളുടെ ഒരു ആഗ്രഹമാണ് പഞ്ചാബിലൊന്ന് പോകണം, ഉത്തർപ്രദേശിൽ പോകണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉത്തർപ്രദേശിൽ പോരെ, വാരണാസി, ഉത്തർപ്രദേശിലേക്ക് സ്വാഗതം, അങ്ങോട്ട് വരാം കേട്ടോ. പ്രഭുക്ക് ധന്യവാദ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് പലരും ആ പാട്ട് കണ്ടുപിടിച്ച്, മലയാളികൾ പലരും ആ പാട്ട് കണ്ടുപിടിച്ച് എന്നെ കേൾപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആരും ചിലവർ മലയാളത്തിൽ തന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവരുണ്ട്, ചിലവർ ഹിന്ദിയിൽ മാത്രം ഇൻട്രസ്റ്റ് കാണിക്കുന്നവരുണ്ട്, ചിലവർ തമിഴിൽ മാത്രം ഇൻട്രസ്റ്റ് കാണിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഒരുപോലെ വരുന്ന ഒരു കൺട്രി ആയിട്ടാണ് എന്നെ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ യേശു വരുമ്പം ഇപ്പോൾ പഞ്ചാബൊക്കെ ദൂരമാണ്, ഇപ്പോൾ യേശു വരുമ്പോൾ പഞ്ചാബൊക്കെ അടുത്തായിരിക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് അവിടെ പോകാനൊന്നും മനുഷ്യരോട് പറഞ്ഞിട്ട് ദൈവത്തോട് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യരെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നാണ്, വിശ്വസിക്കാൻ പാടരുതെന്നാണ്, അങ്ങനെയുള്ള വിശ്വസിക്കരുതെന്നാണ് അങ്ങനെയുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് പറയാണ്, എൻ്റെ പപ്പ യേശു പപ്പയാണ്. എനിക്ക് പപ്പയില്ലെങ്കിലും എൻ്റെ പപ്പ യേശു പപ്പയാണ്. എൻ്റെ പപ്പയോട് ഞാൻ പറയുക, ഞാൻ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന, യേശുവേ ആ ചേച്ചി എവിടെയാണെങ്കിലും ആ ചേച്ചീനെ അനുഗ്രഹിക്കണമേ. എന്നെങ്കിലും ദൈവമേ നിൻ്റെ സമയത്ത് ദൈവമേ ആ ചേച്ചീനെ എനിക്കൊന്ന് കാണാനിടയാവണേ. ആരെങ്കിലും ഏതെങ്കിലും അനീറ്റിങ് വഴി ആ ചേച്ചീനെ എന്നെ കാണിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പാസ്റ്ററിനെ പരിചയപ്പെടാൻ ഇടയായത്. ഞാൻ പാസ്റ്ററിനെ ഞാൻ പറഞ്ഞത് എനിക്ക് നല്ലൊരു അനേറ്റിങ്ങിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവം പാസ്റ്ററിനെയാണ് നിയമിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ദൂത് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ അനേക അനേറ്റിങ്ങൾ കടന്നു വരാൻ പോകുന്നെന്ന്, നിന്നെ ഞാൻ അനേക രാജ്യങ്ങളിൽ കൊണ്ടെത്തിക്കാൻ പോകുന്നെന്ന്. പക്ഷെ വിദൂര യാത്രയ്ക്ക് ഞാൻ വഴിയൊരുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശബ്ദം എന്നെ കേൾപ്പിച്ചു. അപ്പോൾ അത് ദൈവിക ശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്ന, എന്നോട് പല ഭാഷകളിൽ എന്നോട് സംസാരിക്കുന്നു. മേ ചുനായിക്ക് പാത്രവും എന്ന് വെച്ചാൽ ഞാൻ നിന്നെ ഈ നിന്ദിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാനപാത്രമാക്കി തീർക്കുന്ന ദൈവം എന്നോട് പറഞ്ഞു. ഏതൊക്കെ രാജ്യങ്ങളിൽ പോകണമെന്ന് ആഗ്രഹം? എനിക്ക് പഞ്ചാബും ഇങ്ങനെയുള്ള മസ്കറ്റും അങ്ങനെയുള്ള അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ എനിക്ക് പെർസിസ്റ്റ് ഉണ്ട്. ദില്ലിയിൽ വരെ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പെർസിസ്റ്റ് ജോണിന്റെ പാട്ടിൽ ഏതാ മോക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ആ പാട്ടൊന്ന് പാടാവോ? അത് മലയാളത്തിലും ഹിന്ദിയിലും പാട്. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ
അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, ആഹാവ് നിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, ആഹാവ് നിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. अग्नि समान उतरा, तेरे नेम मेरे लिए बढ़ जा, तेरे नेम से अंदर कभी, तेरे नेम से अंदर बा. अंध्यन दिनों के अभिषेक तेरे से दे रहा हूँ मैं, मिलकर ने साए कभी, तेरे होने से अंदर बा. अग्नि समान उतरा, तेरे नेम मेरे रे बढ़ जा, तेरे नेम से अंदर कभी, तेरे होने से अंदर बा. प्रभु के धन्यवाद आपके साथ. വളരെ നന്നായിട്ട് ഫെയ്ത്ത് മോൾ പാടിയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നവർ, ഈ വീഡിയോ കാണുന്നവർ, നിങ്ങളുടെയൊക്കെ കൺവെൻഷൻ മീറ്റിങ്ങുകളിലൊക്കെ ഈ ഫെയ്ത്ത് മോളെയൊക്കെ വിളിക്കണം, മോക്കൊക്കെ ഒരു അവസരം കൊടുക്കണം. സ്റ്റേജുകളിലൊക്കെ പാടി എത്ര നന്നായിട്ട് പാടുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുവാനും നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് എപ്പോഴും ഉണ്ടാവണം. മോകൾ എത്ര വരെ പഠിച്ചു? ഞാൻ 10th 10 के लेकर हो गया. 10ാം ക്ലാസ് വരെ പഠിച്ചു. 10 പാസ്സായോ? ഞാൻ 10 പാസ്സായി. +1 ഗോപിനാഥ് മുതോട് സാറിൻ്റെ ജാദുക്കറിൻ്റെ അവിടെ ആയിരുന്നതുകൊണ്ട് അവിടുന്ന് ഞാൻ അങ്ങോട്ട് പോയി കുറേ നാൾ നിന്നു. പിന്നെ അവർ വിട്ടു. ഭിന്നശേഷി ഓട്ടിസം ബാധിച്ചവരെ മാത്രമേ അവിടെ എടുക്കുകയുള്ളൂ. ഈ കുഞ്ഞിന് എന്താണ് കുഴപ്പം? നിങ്ങൾ മനസ്സിലാക്കണം, ഈ മോള് 10ാം ക്ലാസ് വരെ പഠിച്ചു. ഇനി തുടർന്ന് ഈ മോൾക്ക് പഠിക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഈ പ്രിയപ്പെട്ട ഈ മോളെ സഹായിക്കാനായിട്ട് രംഗത്ത് വരണം. അമ്മയുണ്ട്, അതുപോലെ ഒരു സഹോദരനുണ്ട്. അപ്പം ഈ കോട്ടയത്ത് പുതുപ്പള്ളിയിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ സഹായിക്കാൻ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായി, ഒരു ഗായികയായി മാറേണ്ട ഒരു മോളാണ് നിങ്ങളുടെ മുമ്പിൽ, നമ്മുടെ അടുത്ത് ആയിരിക്കുന്നത്. അതുപോലെ പ്രേക്ഷകരോട് പറയേണ്ട ഒരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെയും കൂടെ ഞാൻ പാട്ട് കേട്ടു. ഈ ചേച്ചിയുടെ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് ഒരാളുടെയും കൂടെ ഞാൻ പാട്ട് കേട്ടു. അത് ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ചേട്ടൻ എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ആ ചേട്ടന് ഒരു ഇംഗ്ലീഷ് പാട്ട് കേട്ടു. അത് ഞാൻ പാടുക. Hallelujah, who set my world, set me free. Hallelujah, there is person for me. You are broken every chain, is salvation in no name. Jesus Christ, I live in hope. आवाज उठाएंगे, हम साथ बजाएंगे, हे यीशु महापना, हम गीत सुनाएंगे, हे यीशु महापना,
हम गीत सुनाएंगे, उसकी महिमा करो बंगल टूट जाएंगे, मेरा यीशु मौजूद है यहाँ, वो मौजूद है यहाँ, वो मौजूद है यहाँ, वो मौजूद है यहाँ, वो मौजूद है यहाँ। तेरे कमज़ोर हूँ, तेरे विश्वास कर, तू वफादार है, तोड़ा रख दूँ सफल, तोड़ा रख दूँ सफल। जितनी बीमार है चंगी हो जाएंगे, मेरा यीशु मौजूद है यहाँ। तेरे बीमार है चंगी हो जाएंगे, मेरा यीशु मौजूद है यहाँ, वो मौजूद है यहाँ, वो मौजूद है यहाँ, वो मौजूद है यहाँ, वो मौजूद है यहाँ। उसकी महिमा करो बंगल टूट जाएंगे, मेरा यीशु मौजूद है यहाँ। उसकी महिमा करो बंगल टूट जाएंगे, मेरा यीशु मौजूद है यहाँ। മോൾ എങ്ങനെ ഈ പാട്ടൊക്കെ പഠിച്ചേ? ഞാൻ ഇത്രയും നന്നായിട്ട് പാടുന്നു. എങ്ങനെ ഇങ്ങനെ പാട്ടൊക്കെ എങ്ങനെ പഠിച്ചേ? ഞാൻ യൂട്യൂബിൽ കേൾക്കുന്നു. അതുപോലെ ஏசப்பா ஏசப்பா பாசமுள்ள ஏசப்பா என்னட்ட கொஞ்ச நேரம் பேசுங்கப்பா, என்னோட மனசில் எந்த நாமும் இருக்கில்ல, எல்லா கையூரிங்கள் கேளுங்கப்பா. ஏசப்பா நீங்க வாங்கப்பா, நீங்க பாசத்த உள்ளித்தாங்கப்பா. ஏசப்பா நீங்க வாங்கப்பா, நீங்க பாசத்த உள்ளித்தாங்கப்பா. കർത്തർക്ക് മഹിമ. ഇപ്പോഴെന്താ ചെയ്യുന്നേ? വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കും, പാട്ടൊക്കെ പാടൂല്ലേ? ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കും. എനിക്ക് കൂടുതൽ ആ ചേച്ചിയുടെ പാട്ടും ഈ ചേട്ടൻ്റെ പാട്ടും എനിക്ക് കൂടുതൽ, എനിക്ക് ഹിന്ദി പാട്ട്. സ്കൂളിലൊക്കെ പഠിക്കാൻ പോയ സമയത്തെ സാധാരണ കുട്ടികളുടെ ഒപ്പമാണോ പഠിച്ചത്? ഞാൻ സാധാരണ കുട്ടികളോടും ഇങ്ങനെ ബ്രെയിലി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട്, കൈക്ക് ഇച്ചിരി ഇതായതുകൊണ്ട് അവർ ബ്രെയിലി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കേട്ടുത്തരം പറയുമായിരുന്നു. അങ്ങനെ കണ്ണ് കാഴ്ചയുള്ള സ്കൂളുകളോട് കേട്ട് പഠിപ്പിക്കുമായിരുന്നു, കേട്ട് പഠിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ മറ്റുള്ള പിള്ളേരൊക്കെ ഉള്ളൊക്കെ സമീപനം എങ്ങനെയാ മോളോട്? ഞാൻ അപ്പോൾ എന്നോട് സംസാരിക്കുക, എന്നോട് നല്ല, ഞാൻ അങ്ങോട്ട് ഹിന്ദിയിൽ പേസുവാണ്. എനിക്ക് അറിഞ്ഞൂടാ, ഞാനങ്ങ് ഹിന്ദിയോട് അങ്ങ് അടുത്ത് പോയി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അപ്പച്ചന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഫിനാൻസ് ഓഫീസറായിരുന്നു. എൻ്റെ മാതാജി മരിച്ചുപോയി. മാതാജി എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ മമ്മി. അതായത് ഞാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മാജി എന്ന് പറയും. എൻ്റെ മമ്മിയുടെ മമ്മീനെ ഞാൻ മമ്മാജി എന്നാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ മമ്മാജി മരിച്ചുപോയി. എൻ്റെ മമ്മാജി പോയ സ്ഥലത്തും എൻ്റെ അപ്പച്ചൻ പോയ സ്ഥലമൊക്കെ, പഞ്ചാബ് എന്ന സ്ഥലമൊക്കെ എനിക്ക് കാണണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രേക്ഷകരെ, ഞാൻ എന്ത് പ്രയത്നം വേണമെങ്കിലും ചെയ്തു തരാം. ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്. ഞാൻ ഉത്തർപ്രദേശിന് വരെ ഞാൻ കൂടെ വരാൻ തയ്യാറാണ്. എനിക്ക് മലയാളം പോലും എനിക്ക് വായി കിട്ടുന്നില്ല. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കൂടുതൽ അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഈ മലയാളികളുടെ നാട്ടിൽ എനിക്ക് അങ്ങനെയുള്ള ഈ ഹിന്ദിയിൽ ബാത് കർണേക്ക് കോയി നെയ് സംജ, എന്താണെന്ന് വെച്ചാൽ ഹിന്ദിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ ഒന്നും എനിക്ക് പരിചയമില്ല. അങ്ങനെയുള്ള ആൾക്കാരെയോ ചേച്ചിമാരെയോ ഒന്നും എനിക്ക് പരിചയമില്ല. പക്ഷെ എൻ്റെ ദൈവം പാസ്റ്ററിനെ കൊണ്ട് എത്തിച്ചതാണെങ്കിൽ, എന്നെ കാണിച്ചതാണെങ്കിൽ, പാസ്റ്ററിലൂടെയാണ് ദൈവം എന്നെ അങ്ങോട്ട് നയിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ യൂട്യൂബില് ഇങ്ങനെ പാട്ടൊക്കെ അതുപോലെ കേൾക്കുകയൊക്കെ ചെയ്തു. ഞാൻ പാട്ട് പാടാറില്ലല്ലോ യൂട്യൂബിൽ. പാട്ട് പ്രസംഗം കേൾക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ആ പ്രസംഗം എല്ലാം കേൾക്കുമ്പോഴേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൈവിക ആലോചനകളാണ് പറയുന്നത്. പാസ്റ്ററും ഈ ഉത്തർപ്രദേശ് ആ സ്ഥലത്ത് പഞ്ചാബിൽ പോകണം, അത്രയല്ലേ ഉള്ളൂ. പഞ്ചാബിലൊക്കെ ഉണ്ടാവും, ഒന്നും കുഴപ്പമില്ല.
പക്ഷെ ഈ വാക്ക് മനസ്സിൽ മനുഷ്യന്മാര് മോജൂത്ത് പറയും. പക്ഷെ ആ ഒരു മോജൂത്തിനെ എങ്ങനെയായിരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നതാണ്. പക്ഷെ ദൈവം എന്നെ അയച്ചതാണെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. പാസ്റ്റർ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞ ഒരു ആ ചേച്ചിയുടെ പാട്ടും ആ ചേച്ചിയുടെ അതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്ററിനറിയാം ഒരു മലയാളി നമ്മുടെ നാട്ടിലുള്ള ഞാനൊരു മലയാളിയാണ്. അപ്പം ഒരു മലയാളിക്ക് ആ പാട്ട് എത്ര സ്പർശനം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയത്തില്ല. മറ്റുള്ളവർ പറയും മെൻ്റലാണ് മറിച്ചതാണെന്ന്. പക്ഷെ എനിക്ക് മാത്രമേ അതിൻ്റെ ഫീൽ അറിയത്തുള്ളൂ. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുകയുണ്ട്. എനിക്ക് ഇത്രയും പറയാനുള്ള ടാലൻ്റ് ഒന്നും എനിക്ക് ഇത്രയും പറയാൻ മലയാളത്തിൽ എനിക്ക് ഇത്രയും പറയാൻ ഹിന്ദിയിലോ ഇത്രയും പറയാൻ ഞാനൊന്നുമില്ല. സത്യത്തിൽ ഞാനൊന്നുമില്ല. ഞാൻ ദൈവത്തിലോ യേശുവിൻ്റെ മുമ്പിൽ യേശുപ്പ ഞാൻ ഒന്നുമില്ല, യേസപ്പ ഞാൻ ഒന്നുമില്ല, ഞാൻ എങ്ക പിടിച്ചിരിക്ക ரொம்ப പിടിച്ചിരിക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമാണ് യേശുപ്പച്ചനെ. എനിക്ക് വളരെ ഇഷ്ടമാണ് യേശുവിന് വേണ്ടി ഞാൻ വേല ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ഉത്തർപ്രദേശ് പാസ്റ്ററിൻ്റെ അവിടെ വേണമെങ്കിൽ വരെ തയ്യാറാണ്. പാസ്റ്റർ എന്നെ ഹിന്ദിയിൽ പറയുന്ന ആരെങ്കിലും എന്നെ കൊണ്ട് പരിചയപ്പെടുത്തുവാണെങ്കിൽ പാസ്റ്റർ ആ ചേട്ടൻ്റെ പോലെ പാട്ട് പാടുന്ന ആരെങ്കിലും പാട്ടുകാരുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ മോള് ഈ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ടീച്ചർമാരൊക്കെ എങ്ങനെയാ മോളോടുള്ള സമീപനമൊക്കെ എങ്ങനെയായിരുന്നു? എന്നോട് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ ഭയങ്കര, എനിക്ക് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കൊച്ചു പിള്ളേരെ പോലെയാണ്. എങ്കിലും എൻ്റെ ടീച്ചർമാർ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ട് ടീച്ചറും ഹിന്ദി ടീച്ചർ പറയുന്നത് പറഞ്ഞാൽ എന്നെക്കാട്ടിൽ നന്നായിട്ട് ഹിന്ദി പറയുന്ന ഒരു കുട്ടീനെ ഇവിടെ കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു, നന്ദി സൊല്ലുക എന്നാണ് പറയുന്നത്. എന്നെക്കാട്ടിലും ഹിന്ദി പറയുന്നതും. അപ്പോൾ ഹിന്ദി ടീച്ചർ പറയാണ്, ഹിന്ദി ടീച്ചറേക്കാൾ നന്നായിട്ട് ഹിന്ദി പറയുന്ന ഒരു മോൾ ഈ സ്കൂളിലുണ്ട് എന്ന് പറയുക അല്ലേ? പിന്നെ മലയാളം ടീച്ചർ പറയുന്നു എന്നെക്കാട്ടിലും എൻ്റെ പോലെ നന്നായിട്ട് എൻ്റെ കൂടെ നിന്ന് ക്രിസ്മസിനൊക്കെ ആ മലയാളം ടീച്ചറാണ് എന്നെ മുമ്പിൽ നിർത്തിയായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് മലയാളികളോട് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമില്ലെന്നല്ല, ഞാൻ മലയാളികളെ എല്ലാവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മലയാളം നമ്മുടെ ഭാഷ വിട്ടിട്ട് ഞാൻ പോകുന്നില്ല. നമ്മുടെ മലയാളം നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ മറക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 10ാം ക്ലാസ് വരെ ഈ മോള് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പാട്ട് പാടും, ഒരുപാട് കഴിവുകളുണ്ട്. ഭാഷകൾ മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും. ഒരു പാട്ട് എടുത്തിട്ട് അത് മലയാളത്തിലാണെങ്കിൽ, സിനിമാ പാട്ടാണെങ്കിലും ക്രിസ്ത്യൻ പാട്ടാണെങ്കിലും, ഒരു പാട്ട് മലയാളത്തിലാണെങ്കിൽ ആ പാട്ട് ഇപ്പോൾ അതിരുകളില്ലാത്ത സ്നേഹം എന്നാണെങ്കിൽ അതിരുകൾ എന്ന് പറയുമ്പോഴേക്കും ജോഹി പട് മേനെ സെ ജാഹേ മേരെ ഹംകോ ഇത്നാ പ്യാർ तेरे हम लोगों से प्यार में तेरे हमको खुदा है प्यार. ഇങ്ങനെയാണ് വരുന്നത്. ഒന്ന് രണ്ട് ഹിന്ദി പാട്ടോടെ പാടിക്കേ. ഹിന്ദിയോട് ഭയങ്കര താല്പര്യമുള്ള ഒന്ന് രണ്ട് ഹിന്ദി പാട്ടോടെ പാടിക്കേ. എൻ്റെ നല്ല പാട്ടുകൾ പാടിക്കേ. എനിക്കെൻ്റെ യേശു. മലയാളം കഴിഞ്ഞിട്ട് ഹിന്ദി പാടിയാലും കുഴപ്പമില്ല. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരഞ്ചിൽപ്പിയായി പണിത ഭവനമതിൽ, പരശിപ്പിയായി പണിത ഭവനമതിൽ, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. ഒരിക്കൽ പാപാന്തകാര കുഴിയാലെ ഞാൻ
മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും ഒരിക്കൽ പാപാന്തകാരക്കുഴിയാലെ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ മേരെ യീശു को देखा चलूं तेरे मुँह से आगे तुझे बाने चलूं मेरे यीशु को देखा चलूं तेरे मुँह से आगे तुझे बाने चलूं तेरे मिले हमको लेकर साथी जलूं तेरे मुझे हमको लेकर साथी बनूं तेरे मिले हमको लेकर साने बनूं तेरे मुझे हमको लेकर साथे चलूं मेरी बिना ही लेकर पासबों से लो तेरे मिला हो लेकर बढ़ ना सको तेरे नीलागू से बागों चलू तेरे मिला हो तुझे बढ़ना चलू मिलकर ने संभाल तेरा हूँ मैं मिलकर ने संभाल तेरा हूँ मैं तेरे मिला है पर बढ़ना चलूं तेरे मिला है पर बढ़ना चलूं मेरे यीशु को देखा चलूं तेरे मिला है तुझे आने चलूं. ഇപ്പം എന്തായാലും ഇത്രയും സമയം ഈ ഫെയ്ത്ത് മോളോട് ഒരുമിച്ച് അല്പസമയം ആയിരിക്കാൻ ലഭിച്ചതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് കേട്ടോ. ഈ ഫെയ്ത്ത് മോളെ നിങ്ങൾ വിളിക്കണം. എന്നിട്ട് മോളുടെ ആഗ്രഹമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകണം, പഞ്ചാബിൽ പോകണം, ഉത്തർപ്രദേശിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സെറൂറാണോ? സെറൂറാണ്, സെറൂറാണ്. അതെന്താന്ന് വെച്ചാ പിന്നെ പറഞ്ഞിട്ട് മോജൂത്ത് നൈ ഹെ എന്ന് പറയരുത്. അതെന്താന്ന് വെച്ചാല് ഇത് ദൈവം ഉള്ളിൽ പറയുന്ന വാക്കാണെങ്കിൽ, ദൈവം പറയുന്ന പാസ്റ്ററിന്റെ ഉള്ളിൽ പാസ്റ്ററിനെ കൊണ്ടുവന്നതാണെങ്കിൽ, ദൈവം പാസ്റ്ററിന്റെ ഉള്ളിൽ പറയുന്നതാണെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൽ ഏറ്റെടുക്കുന്നു. എന്നെ യേശുവിൻ്റെ വേലയ്ക്കാണെങ്കിൽ എന്നെ പഞ്ചാബിലോ അങ്ങോട്ടെങ്കിലും വിട്ടേര്, ഞാൻ യേശുവിൻ്റെ വേല ചെയ്തോളാം. അവിടെ ഞാൻ യേശുവിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് മരിച്ചോളാം. ഭയങ്കര തീരുമാനമാണ്. മോളുടെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. യേശുവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ്. യേശുവായിട്ട് എന്താ ഇത്ര ഭയങ്കര സ്നേഹമായ? എങ്ങനെ എനിക്ക് എൻ്റെ യേശു, എൻ്റെ പപ്പ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ പപ്പ എന്നെ സ്നേഹിക്കുന്നില്ല. എൻ്റെ മമ്മിനെയും ഫെലിസാവനെയും എൻ്റെ അനിയൻ ഫെലിക്സ് എന്നാ പേര്, എൻ്റെ അനിയനെ നോക്കുന്നില്ല. അവൻ സ്കൂളിൽ പോയിക്കാണ്. എൻ്റെ അനിയനെ നോക്കുന്നില്ല. എൻ്റെ മമ്മിക്ക് ചെലവിന് തരുന്നില്ല. വളരെ ടൈറ്റിലൂടെയാണ് എൻ്റെ മമ്മിയും ഞാനും കഴിയുന്നത്. മമ്മിക്ക് സുഖമില്ല, മമ്മിക്ക് തൈറോയ്ഡുണ്ട്, വയറിൽ മുഴയുണ്ട്, ഇയർ ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മമ്മി വയ്യാതാകുമ്പോൾ എന്നെ ആരും നോക്കും എന്നുള്ള ടെൻഷനുണ്ട് എൻ്റെ മമ്മിക്ക്. അതുകൊണ്ട് ഞാൻ അതിന് മമ്മിയും ഫെലിസാവനെയും കൂട്ടി എനിക്ക് പഞ്ചാബിൽ അവിടെ പോകണമെന്നും, സത്യം പറഞ്ഞ മമ്മിയെ ദൈവം ചിലപ്പോൾ വിളിച്ചാൽ എന്നെ ചേച്ചി നോക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയിലൂടെയാണ്. വലിയ ഭയമാണ്. പിന്നെ മോളുടെ മമ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മോളെ ആരും നോക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ട്, സ്വന്തമായിട്ട് ഒരു കാര്യം എൻ്റെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ട് അതുപോലെയുള്ള ആളുകളെയൊക്കെ നോക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ആർക്കുമുള്ള ഇതില്ല. പക്ഷെ ഞാൻ എല്ലാവരും പറയുന്നു നീ സ്വന്തമായിട്ട് ചെയ്യണം, നീ എല്ലാം പഠിക്കണം. പക്ഷെ എനിക്ക് പത്തനംതിട്ടയിലെ ഒരു റംബാച്ചനുണ്ട്, റംബാൻ അച്ഛനുണ്ട്. റംബാൻ അച്ഛൻ ഇങ്ങനെയുള്ളവരെയൊക്കെ നോക്കുന്നുണ്ട്.
10-65 പേര് അച്ഛൻ്റെ കൂട്ടത്തിലുണ്ട്. 2 സ്ഥലത്ത് അച്ഛൻ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും നോക്കാനില്ലെന്നൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, നോക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എനിക്കാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സ്വന്തം മനസ്സിന് എല്ലാവരും ഇവിടെയൊക്കെ നിന്നിട്ട് പോലെ എനിക്ക് മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്നില്ല. എനിക്ക് ആ ചേച്ചിയുടെ അടുത്ത് പോവാതെ എനിക്കൊരു മനസ്സിന് സന്തോഷം കിട്ടുന്നില്ല. ഞാൻ ദൈവത്തോട് പറയാ, ദൈവമേ, ഞാൻ ചിലപ്പം ഇവിടെ എനിക്ക് ഉപവാസത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു ഭയത്തിൻ്റെ വിശപ്പെന്നെ അലട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ദൈവം കാണിച്ചതെന്താന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ കൂടെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഉള്ള മനസ്സിനുള്ള വിഷമങ്ങളും ഉള്ള ഭയമോ പേടിയോ വരാതെ യേശുവും ആ ചേച്ചിയും, യേശുവിൻ്റെ നിനക്കറിയത്തില്ലെങ്കിൽ ഞാൻ ആ ചേച്ചിയുടെ ഉള്ളിലൂടെ സംസാരിച്ച് നിന്നെ അവിടെ എത്തിക്കുമെന്ന് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് യൂട്യൂബർമാരുണ്ട്, അതുപോലെ TV ചാനലുകളുണ്ട്. നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന്, പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് തന്നെ പവർ വിഷൻ ഉണ്ട്, ഹാർവസ്റ്റ് TV ഉണ്ട്, അതുപോലെ പല ചാനലുകളുമുണ്ട്, TV മാധ്യമങ്ങളുണ്ട്. അപ്പം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മോളെയൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് വിളിച്ച് ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുക്കണം. എന്നിട്ട് ഈ മോളെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിക്കണം. അങ്ങനെ ഈ ലോകം ഈ മോളെ അറിയട്ടെ. കാരണം ഈ മോളുടെ ഉള്ളിലുള്ള കഴിവുകളെ, പാട്ടുപാടാനുള്ള കഴിവുകളെ, അതുപോലെ ഹിന്ദിയും മലയാളവും ഒക്കെ സംസാരിക്കാനുള്ള ഭാഷാ പരിജ്ഞാനത്തെ ഒക്കെ ലോകമറിയട്ടെ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ്, ഇത്രയും പ്രായമുള്ള ഒരു മോളാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഒരു സ്വന്തം മോളാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ മോളെ നിങ്ങൾ വിളിക്കുകയും നിങ്ങൾ ആശ്വസിപ്പിക്കുകയും നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഈ മോളെയും ഈ മോളുടെ വിദ്യാഭ്യാസത്തെയൊക്കെ നിങ്ങൾ സഹായിക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രേക്ഷകരോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലസം മേമനയുടെ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം എനിക്ക് ബ്ലസം മേമനയുടെ പാട്ടും അതൊരു പാട്ടൊന്ന് പാടിക്കേ. സഭയെ തിരുസഭയെ ദൈവത്തെ മറന്നിടല്ലേ, സഭയെ പ്രിയ സഭയെ യേശുവിനെ മറന്നിടല്ലേ, തലയെ മറന്നു പോയാൽ ഉടലിനു വിലയില്ലല്ലോ, തലയോട് മറുതലിച്ചാൽ ഉടലിനു നിലയില്ലല്ലോ. പണ്ടൊരു അത്തിമരം പടർന്നങ്ങു പന്തലിച്ചു, തോട്ടക്കാരൻ ഇറങ്ങി വന്നു, ബലമൊന്നും കണ്ടതില്ല. പണ്ടൊരു അത്തിമരം പടർന്നങ്ങു പന്തലിച്ചു, തോട്ടക്കാരൻ ഇറങ്ങി വന്നു, ഫലമൊന്നും കണ്ടതില്ല. ഫലമില്ലാതായാൽ പിന്നെന്തിനു കൊള്ളാം, നിലത്തെ വെറുതെ നിഷ്ഫലമാക്കി കളഞ്ഞിടലേ. നല്ല ഫലമില്ലാതായാൽ പിന്നെന്തിനു കൊള്ളാം, നിലത്തെ വെറുതെ നിഷ്ഫലമാക്കി കളഞ്ഞിടലേ. ഫലമുള്ള തോട്ടമായിടാം, ആത്മാക്കളെ നേടാം, നല്ല ഫലമുള്ള തോട്ടമായിടാം, ആത്മാക്കളെ നേടാം. കാലമേറെ ചെല്ലും മുമ്പേ പ്രാണനാഥൻ വന്നിടുമേ, ചോര തന്നു വീണ്ടെടുത്തോൻ കണക്കന്നു ചോദിക്കുമേ. ദയവു ചെയ്തു തമ്പുരാനെ ദുഃഖിപ്പിക്കല്ലേ, നല്ലവരായി ദാസരായി നിന്നിടണേ. നിങ്ങൾ ദയവു ചെയ്തു തമ്പുരാനെ ദുഃഖിപ്പിക്കല്ലേ, നല്ലവരായി ദാസരായി നിന്നിടണേ. യേശുവിനെ മാതൃകയാക്കാം, നിത്യതയെ ലക്ഷ്യം വയ്ക്കാം. യേശുവിനെ മാതൃകയാക്കാം, നിത്യതയെ ലക്ഷ്യം വയ്ക്കാം. സഭയെ തിരുസഭയെ ദൈവത്തെ മറന്നിടല്ലേ, സഭയെ പ്രിയ സഭയെ യേശുവിനെ മറന്നിടല്ലേ. തലയെ മറന്നു പോയാൽ ഉടലിനു വിലയില്ലല്ലോ, തലയോട് മറുതലിച്ചാൽ ഉടലിനു നിലയില്ലല്ലോ.
യേശുവിനാ ജീവിച്ചിടാൻ ആരുണ്ട്? എൻ്റെ യേശുവിനാ ജീവൻ തരാൻ ആരുണ്ട്? യേശുവിനാ ജീവിച്ചിടാൻ ആരുണ്ട്? എൻ്റെ യേശുവിനാ ജീവൻ തരാൻ ആരുണ്ട്? യേശുവിനാ ജീവിച്ചിടാൻ ഞാനുണ്ട്. എൻ്റെ യേശുവിനാ ജീവൻ തരാൻ ഞാനുണ്ട്. യേശുവിനാ ജീവിച്ചിടാൻ ഞാനുണ്ട്. എൻ്റെ യേശുവിനാ ജീവൻ തരാൻ ഞാനുണ്ട്. എൻ്റെ യേശുവിനാ ജീവൻ തരാൻ ഞാനുണ്ട്. ധന്യവാദ്. എന്തായാലും മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുകയും നിങ്ങളിത് ഷെയർ ചെയ്യുകയും അനേക TV ചാനലുകളിലൊക്കെ ഈ മോള് പാട്ട് പാടാനൊക്കെ ഒരു അവസരം ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ഈ നല്ല നല്ല പാട്ടുകളും നല്ല ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം. ആ ചേച്ചിയുടെ ഗ്രൂപ്പിൽ ഇടണം. ആ ചേച്ചി എവിടെയാണെങ്കിലും എന്നെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്